നെല്ല് സംഭരണത്തിൽ ഇന്ന് മന്ത്രിതല കൂടിയാലോചന നടക്കും. ഭക്ഷ്യ കൃഷി സഹകരണ വകുപ്പ് മന്ത്രിമാർ ഭാഗമാകും. കൃഷി വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും മില്ലുകൾ വഴി നെല്ല് സംഭരണം നടത്താനാണ് ആലോചന. ആലപ്പുഴയിൽ നിന്ന് 60ഉം പാലക്കാട് നിന്ന് 32 ലോഡുകളും ഇതുവരെ സംഭരിച്ചു. നെല്ല് കൊടുത്ത കർഷകർക്ക് പണം അടുത്തയാഴ്ചയോടെ നൽകും. ഷിജോ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. ഷിജോ, വിശദാംശം എന്താണ്? നിഷാദ്, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജിതമായ ശ്രമമാണ് മന്ത്രിതലത്തിൽ നടക്കുന്നത്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഭക്ഷ്യമന്ത്രി GR അനിൽ, കൃഷിമന്ത്രി P പ്രസാദ്, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു കൂടിയാലോചന, അതായത് നിലവിൽ ഈ പറയുന്ന കേരളത്തിൽ ഏതാണ്ട് 40ഓളം മില്ലുടമകളുണ്ട്. ഈ മില്ലുടമകളിൽ നിലവിൽ രണ്ട് മില്ലുടമകൾ മാത്രമാണ് നെല്ല് സംഭരണത്തിന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ 2 മില്ലുടമകളിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും ഈ പാലക്കാട്ട് നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെ നെല്ല് സംഭരണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കൂടുതൽ മില്ലുടമകൾ രംഗത്ത് വരാനുള്ള സാധ്യത കൂടി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കാണുന്നുണ്ട്. അതിനിടയിലാണ് കൃഷി വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും കീഴിലുള്ള ഉടമസ്ഥതയിലുള്ള അവരുടെ കീഴിലുള്ള മില്ലുകളിൽ നിന്ന് ഈ നെല്ല് സംഭരണം എടുക്കാനുള്ള ഒരു കൂടിയാലോചന മന്ത്രിമാർക്കിടയിൽ നടക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഈ പറയുന്ന കൃഷി വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും കീഴിലുള്ള മില്ലുകളിൽ നിന്ന് ഈ നെല്ല് സംഭരിക്കാനുള്ള ചില ഇടപെടലുകൾ നടത്താൻ കഴിയുമോ എന്നുള്ള സാധ്യത തേടാൻ വേണ്ടിയിട്ടാണ് മന്ത്രിതലത്തിൽ ചർച്ച നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുകൂടി ശരിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ മുതൽ ഈ പറയുന്ന കൂടുതൽ മില്ലുടമകൾ നെല്ല് സംഭരണത്തിന്റെ ഭാഗമാകും എന്നുള്ള കാര്യമാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത്. എന്തായാലും നിലവിൽ 2 മില്ലുടമകൾ സംസ്ഥാനത്തെ നെല്ല് സംഭരിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഇതിനോടകം 60 ലോഡ് നെല്ല് സംഭരിച്ചു. പാലക്കാട്ട് നിന്ന് 32 ലോഡ് നെല്ലാണ് സംഭരിച്ചിരിക്കുന്നത്. അപ്പോൾ പലയിടങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കൊയ്ത്ത് പൂർണ്ണമാകുന്ന മുറയ്ക്ക് കൂടുതൽ മില്ലുടമകൾ രംഗത്തേക്ക് വന്ന് ഈ നെല്ല് പൂർണ്ണമായിട്ട് സംഭരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഭക്ഷ്യമന്ത്രി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നെല്ല് കൊടുത്ത കർഷകർക്ക് അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ പണം ബാങ്കിൽ നിന്ന് കൈപ്പറ്റാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഭക്ഷ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് PRS, അതായത് പാഡി റെസിപ്റ്റ് ഷീറ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഷീറ്റ് ഇവർക്ക് കിട്ടുന്ന മുറയ്ക്ക് തന്നെ ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഉടൻ തന്നെ പണം കൈ കിട്ടും എന്നുള്ള ഒരു ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയതായിട്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മില്ലുടമകൾ, പ്രത്യേകിച്ച് പാലക്കാടുള്ള ചില മില്ലുടമകൾ ഈ നെല്ലിന്റെ വില കർഷകർക്ക് 22, 24, 23 രൂപയ്ക്കൊക്കെ വാങ്ങാൻ അവരെ നിർബന്ധിതരാക്കുന്നുള്ള ശ്രമം നടത്തുന്നുള്ള ആക്ഷേപം കൂടി മന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്.